ഇന്ന് നമുക്കിടയിൽ തലവേദന പോലും ഒരു മാറാരോഗമാണ്. കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് തലവേദന വളരെ കൂടുതലാണ്. അത് മാറുന്നില്ല. മെഡിസിൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറവുണ്ടാകുന്നു. പക്ഷേ ചില സമയങ്ങളിൽ അത് കൂടുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായിട്ട് പല ആളുകളും പലപ്പോഴും നമ്മുടെ ക്ലിനിക്കുകളിൽ എത്താറുണ്ട്. അത് മിക്ക കേസുകളിലും മൈഗ്രെയിൻ മാത്രമായിട്ട് ഒതുക്കി വെക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു തലവേദന മാറാതായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? അത് മൈഗ്രെയിൻ ആണ് എന്നുള്ള രീതിയിൽ പോകും. എന്നിട്ട് മൈഗ്രെയിനെ നോക്കിയാലോ അത് കംപ്ലീറ്റ് മാറുകയില്ല. അപ്പോൾ പലപ്പോഴും ആ ഒരു മിസ് ഡയഗ്നോസിക്കൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? തലവേദന എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റുന്നില്ല, അത് ട്രീറ്റ് ചെയ്യാനും പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനുസൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഹെഡേക്ക് ഉണ്ടാകുന്നത്, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മൈഗ്രെയിനും ഈ സൈനുസൈറ്റിസും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചിട്ടാണ്. അതെങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അലർജി പോലുള്ള ആളുകൾ, മിക്ക ആളുകളും ഇന്നെന്താണ് നല്ല തുമ്മൽ പോലുള്ള പ്രശ്നങ്ങൾ, നല്ല സ്നീസിങ് ഇഷ്യൂസൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് തലവേദന വരാൻ കാരണം, ഈ സ്നീസിങ് വരാനുള്ള കാരണം, അത് നമുക്ക് മാനേജ് ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ ഈ സൈനസൈറ്റിലുള്ള ആളുകൾക്ക് ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ തലവേദന പറയുമ്പോൾ ഡോക്ടർ തലയിൽ എന്തോ കയറ്റി വെച്ച നല്ലൊരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നവരും, നമ്മൾ ഒന്ന് കുനിയുന്ന സമയത്ത് തല കുനിക്കാൻ കഴിയില്ല, അത്രയും നല്ലൊരു ഹെവിനെസ്, തലക്ക് നല്ലൊരു തലക്കനം അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ മൂക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് അടഞ്ഞിട്ടുണ്ടാകും, ചിലപ്പോൾ രണ്ട് മൂക്കും അടഞ്ഞിട്ടുണ്ടായിരിക്കും, ശ്വാസം ശരിക്കും എടുക്കാൻ കഴിയില്ല. അങ്ങനെ ആളുകൾ, ഈ അലർജിക് ഇഷ്യൂസ് ഉള്ള ആളുകളുണ്ടായിരിക്കും, ഉറങ്ങുന്ന സമയത്ത് നല്ലോണം നല്ല ഉച്ചത്തിൽ കൂർക്കം വലിയുടെ സൗണ്ട് അവർക്കുണ്ടായിരിക്കും. അതുപോലെ മൂക്കിൽ ദശ വളരുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ചില പോളിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെഡേക്ക് വരുന്ന സമയത്ത് എന്താണ്, തലക്ക് നല്ല തലക്കാനുണ്ടാകും, നല്ലൊരു ഹെവിനെസ് ഫീൽ ചെയ്യും. അതുപോലെ മൂക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് അടയും, ചിലപ്പോൾ രണ്ട് മൂക്കടയും. അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ചെവി അടയാനും സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ രണ്ട് ചെവിയും ഇടയ്ക്കൊന്ന് അടയും, ചിലപ്പോൾ ഏതെങ്കിലും ചെവിയും ഒരു മൂളക്കം പോലെ എപ്പോഴും ഉണ്ടാകുന്ന. അതേപോലെ തന്നെയാണ് ഇങ്ങനെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ബാലൻസിങ് കിട്ടാത്ത ഒരു കണ്ടീഷനൊക്കെ ഉണ്ടായിരിക്കും. പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റ്സിൽ എന്ത് ചെയ്യും, ഒന്ന് ഒരു ഇറിറ്റബിലിറ്റി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബാലൻസ് കിട്ടാത്തത് പോലെയൊക്കെ പലപ്പോഴും അനുഭവപ്പെടാറുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചില ആളുകൾ ചെവി വേദന പോലും ഈ പറഞ്ഞ പോലെ സൈനസൈറ്റിസ് കൂടിയിട്ട് ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സൈനസൈറ്റിസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഭാഗത്തുള്ള ഒരുപാട് ഹോളായിട്ടുള്ള, അല്ലെങ്കിൽ ദ്വാരങ്ങളുള്ള, അല്ലെങ്കിൽ പൊള്ള ആയിട്ടുള്ള എല്ലുകളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബോഡി വെയ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പറയുന്നൊരു ഭാഗത്തിലൂടെ പൊള്ളയായിട്ടുള്ള ഒരുപാട് ഏരിയകളുണ്ട്. അതിനുള്ളിലൊക്കെ എന്തുണ്ട്, നമ്മൾ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൊഴുത്ത ദ്രാവകം ഉണ്ടല്ലോ, നമ്മൾ മൂക്കിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ദ്രാവകം മ്യൂക്കസ് എന്ന് പറയുന്നതാണ്. ഈ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ അവിടെ ആവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നോർമലി എല്ലാ ആളുകൾക്കും ഉണ്ടാകും. ഈ ഹെഡേക്ക് ഉള്ളവല്ല, എല്ലാത്തതും എല്ലാ ആളുകൾക്കും, ചെറിയവർക്കും വലിയവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു സംഗതിയാണ് പറഞ്ഞിട്ടുള്ള മ്യൂക്കസ്, അല്ലെങ്കിൽ ആ കൊഴുകൊഴുത്ത ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യലും അതിങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംഗതിയാണിത്. അപ്പോൾ ചില കണ്ടീഷനുകൾ നമുക്കറിയാം, നമ്മൾ പല സിറ്റുവേഷനിൽ ജീവിക്കുന്ന ആളുകളാണ്. ചിലപ്പോൾ നല്ല ഫ്രഷ് എയറിൽ ജീവിക്കുന്നവരാണ്, ചിലപ്പോൾ ടൗണിൽ നല്ല പുകപടലങ്ങൾ, നല്ല കണ്ടീഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻ ജീവിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയക്കാണെങ്കിൽ അവിടുത്തെ ആ ഒരു കെമിക്കൽസും കാര്യങ്ങളും ശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പല സിറ്റുവേഷനുകൾ, പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ ഈ ഒരു മൂക്കിലൂടെ ശ്വാസം വലിക്കുമ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാകും, പല കെമിക്കൽസുകൾ ഉണ്ടായിരിക്കും, നല്ലോണം പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും, അലർജി ഉണ്ടാക്കുന്ന, തുമ്മലൊക്കെ ഉണ്ടാക്കുന്ന പോളൻ പോലെയുള്ള പൂക്കളുടെ പൂമ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ ചിലപ്പോൾ എന്ത് ചെയ്യും, പാത്തോജൻസുകളൊക്കെ ഉണ്ടാവും, എന്ത് ചെയ്യും, നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ പാത്തോജൻ ആയിട്ടുള്ള ബാക്ടീരിയ പോലെ, വൈറൽ പോലെയുള്ള സംഗതികൾ അതും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എയറിലൂടെ ഇൻഹെയിൽ ചെയ്യും, നമ്മൾ ശ്വസിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു എയർ കാര്യങ്ങളൊക്കെ എവിടെ എത്തും, പറഞ്ഞിട്ടുള്ള ഈ ഏരിയകളിലൊക്കെ എത്തും. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഈ മ്യൂക്കസ് നമ്മുടെ ശരീരത്തിലൂടെ മൂക്കിലൂടെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വരുന്ന കാറ്റിലുള്ള പൊടിപടലവും അതേപോലെ അതിലുണ്ടാകുന്ന പോളൻ ഗ്രെയിനും മറ്റു അലർജൻസുകളൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള മ്യൂക്കസ് ആ കൊഴുകൊഴുത്ത ദ്രാവകത്തിൽ പറ്റിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും, അത് അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കും.
എന്നിട്ട് ഫ്രഷ് എയർ മാത്രം എന്ത് ചെയ്യുള്ളൂ നമ്മുടെ ലങ്സിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ചില കണ്ടീഷനുകളിൽ എന്തെങ്കിലും പാത്തജൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാസൽ റീജിയനിലൊക്കെ എത്തിപ്പെട്ടാൽ അവിടെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മ്യൂക്കസ് കൊഴുകൊഴുത്ത ദ്രാവകം ഉണ്ടാക്കുന്ന ഒരു മെംബ്രെയിൻ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ ഒരു ഇൻഫ്ലമേഷൻ അവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മെംബ്രെയിൻ എന്ത് ചെയ്യും, ഈ ഒരു ലെയർ എന്ത് ചെയ്യും, കൂടുതലായിട്ട് മ്യൂക്കസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മ്യൂക്കസ് ഒക്കെ പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, തിക്നെസ് ഒക്കെ കൂടിയിട്ട് അവിടെ കൂടുതൽ പാത്തജൻസ് എല്ലാം എന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ചെയ്തിട്ട് കൂടുതൽ ഡസ്റ്റുകൾ വന്നിട്ട് കൂടുതൽ അലർജിൻസുകൾ വന്നിട്ട് എന്ത് ചെയ്യും, നാസൽ കൺജഷൻ ഉണ്ടാകും, മൂക്ക് അടഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ കൺജഷൻ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിലൊക്കെ എന്ത് ചെയ്യും, മ്യൂക്കസ് ഇങ്ങനെ ഫിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാവിറ്റിയാണ്, ഒരു പൊള്ളയായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള മ്യൂക്കസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇൻഫ്ലമേഷനായിട്ട് മാറിയിട്ട് മിക്ക ആളുകൾക്കും സൈനുസൈറ്റിസ് എന്നുള്ള അസുഖം ഉണ്ടാകാറുണ്ട്. കോമൺ ആണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് എന്നുള്ളത്. അപ്പോൾ ഈ സൈനുസൈറ്റിസ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ആ ഒരു സൈനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോളോ ആയിട്ടുള്ള പൊള്ളയായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ട് കൂടുതൽ ആ മ്യൂക്കസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് തലക്ക് നല്ല ഹെവിനെസ് ഫീൽ ചെയ്യുന്ന കണ്ടീഷനാണ് ഈ ഒരു സൈനസൈറ്റിസ്. അത് റിലേറ്റഡ് ആയിട്ട് ചില ആളുകൾക്ക് എന്ത് ചെയ്യും, നല്ല തുമ്മൽ ഉണ്ടാകാറുണ്ട്. ചില ആൾക്ക് നല്ല ചെറിയ രൂപത്തിൽ പനിയൊക്കെ വരാറുണ്ട്. ഇൻഫ്ലമേഷൻ കൂടിക്കഴിഞ്ഞാൽ പനി വരും. മൂക്കിൽ നാസൽ ഡിസ്ചാർജ് ചില ആളുകൾക്ക് ഉണ്ടാകും. ചില ആളുകൾക്ക് എന്ത് ചെവി വേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചില ആൾക്ക് കൂടിക്കഴിഞ്ഞാൽ മൂക്കിന് വേദന വരുന്ന കണ്ടീഷനുകളും അങ്ങനെയും ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ വരുന്ന ആളുകൾ അല്ലെങ്കിൽ സൈനസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെവിനെസ് നല്ലോണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ മൈഗ്രെയിൻ്റെ കേസാണെങ്കിൽ നമുക്കറിയാം, ഛർദ്ദിക്കാൻ വരിക, പിന്നെ യാത്ര ചെയ്താൽ കൂടുതൽ ഉണ്ടാവുക, അസിഡിറ്റി കൂടി, ഗ്യാസ്ട്രിക് ഇഷ്യൂസുകളൊക്കെ നന്നായിട്ട് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും കമ്പാരിറ്റീവ്ലി. പക്ഷേ സൈനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹെഡേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ വേദന വരിക. അത് നല്ല ഹെവിനെസ്, തലയിൽ എന്തോ ഒരു കിൻഡൽ അല്ലെങ്കിൽ വലിയൊരു കല്ല് ഒരു ലോഡ് കയറ്റി വെച്ചൊരു ഭയങ്കര വലിയൊരു ഹെവിനെസ്, നല്ലൊരു വെയിറ്റുള്ള പോലെ ഭാരം കൂടിയ പോലെ അനുഭവപ്പെടും എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞതുപോലെ മൂക്കൊലിപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തുമ്മൽ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് ഏതെങ്കിലും കണ്ടീഷൻ, ചില ആൾക്ക് തണുപ്പ് കൂടിയാലായിരിക്കും ഉണ്ടാവുക, ചില ആളുകൾക്ക് വേറെ എവിടെയെങ്കിലും പൊടിയുള്ള സ്ഥലങ്ങളിൽ കയറിയാലായിരിക്കും ഇതുപോലെ സൈനസൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ചില ആൾക്ക് ചിലപ്പോൾ വല്ല തോട്ടത്തിലൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിട്ട്, ചില ആൾക്ക് എന്തെങ്കിലും സ്മെല്ല് കാരണമായിട്ട്, എന്തെങ്കിലും അലർജൻസ് ഇങ്ങനെയുള്ള ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മൂക്കൊലിപ്പ്, ഹെവിനെസ്, ഹെഡേക്ക്, അതുപോലെ ചെറിയ രൂപത്തിൽ പനി, ഒരു കുളിര് പോലൊക്കെ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, സൈനസൈറ്റിസ് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകും. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി നല്ലോണം ഉണ്ടാകും. ചിലപ്പോൾ മൂക്കടഞ്ഞിട്ടുണ്ടാകും, ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വായ കൊണ്ടൊക്കെ, ഇനി അതല്ല രണ്ട് മൂക്കടങ്ങിയാലും മുതിർന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, വായ കൊണ്ടൊക്കെ ശ്വാസം വലിക്കുക. ഉറങ്ങുന്ന സമയത്തൊക്കെ നല്ലോണം എന്ത് ചെയ്യും, കൂർക്കം വലിയൊക്കെ കൂട്ടാനുള്ള സാധ്യത ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലതും സൈനസിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇതിന് പ്രധാന റീസൺ ഞാൻ പറയുകയാണ്, ഈ നാസൽ എന്ത് ചെയ്യാണ്, ഈ ക്യാവിറ്റിയിലൊക്കെ മ്യൂക്കസ് അക്യുമുലേറ്റ് ചെയ്ത് ബ്ലോക്കായി പോവുകയാണ്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, എനിക്കൊന്ന് രണ്ട് തുമ്മൽ കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, മൂക്കൊന്ന് തുറക്കും, എന്നിട്ട് ആ മൂക്ക് ഒലിച്ച് കഴിഞ്ഞാൽ ആ തലവേദനയൊക്കെ ഒന്ന് ആശ്വാസം കിട്ടും, നല്ല ഹെവിനെസ് ഒക്കെ കണ്ട് പോയി കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, ആ ഒരു കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന മ്യൂക്കസ് ദ്രാവകം അങ്ങനെ ഫില്ല് ചെയ്ത് നിൽക്കുക. ഈ ഭാഗത്തൊക്കെ ഉണ്ടാകും. നമ്മളിവിടെ ടച്ച് ചെയ്ത് ഡോക്ടേഴ്സ് ചിലപ്പോൾ നിങ്ങളെടുത്ത് തലവേദനയായിട്ട് പോകുമ്പോൾ ഡോക്ടർ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കും, ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്ത് നോക്കും, ഇവിടെയൊക്കെ ഒന്ന് തൊട്ട് നോക്കും. അപ്പോൾ നല്ല തുറന്ന് നല്ല വേദന ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്താണ്, ഈ പറഞ്ഞ നാസൽ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കൺജഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഹെഡേക്ക് ആണ്, വേദനയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെയൊക്കെ തൊടുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ എന്തായാലും ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കും, ഒരു ടെൻഡർനെസ് നോക്കും, പെയിൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഭാഗത്ത് ഈ കൺജഷനൊക്കെ വരും, അതിൽ മ്യൂക്കസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ അക്യുമുലേഷൻ അവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് തലവേദന വരുന്നത്. അപ്പോൾ ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ, അതേപോലെ ഒന്ന് നാസൽ ഡിസ്ചാർജ്, മൂക്ക് ഒലിച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ മ്യൂക്കസ് ദ്രാവകം അവിടെ കെട്ടിക്കിടക്കുന്നത് മെല്ലെ ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മൂക്കിലൂടെ പുറത്തേക്ക് പുറന്തള്ളും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കെട്ടിക്കിടക്കുന്നൊക്കെ പുറത്ത് പോകും, നല്ല ആശ്വാസം നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മൂക്ക് അടഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തലവേദനയുള്ള ആളുകൾ നിങ്ങളൊന്ന് ആവി പിടിക്കണം, എന്തെങ്കിലും പനിക്കൂർക്കയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടിട്ട് എന്ത് ചെയ്യുക, 2-3 നേരം ഇത് ആവി പിടിക്കുക, അത് നല്ല ആശ്വാസം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നത്, നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആവിയും ആ മെഡിസിൻ പ്രോപ്പർട്ടിയും, ഇനി അതല്ലെങ്കിൽ ആ ഹീറ്റഡ്
റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ചൂടുള്ള ഹ്യൂമിഡിറ്റി നമ്മുടെ മൂക്കിലൂടെ ആ ഒരു ഇൻഫ്ലമേറ്റഡ് ഏരിയ പോകുമ്പോൾ എന്ത് ചെയ്യും, ആ മ്യൂക്കസ് അല്ലെങ്കിൽ കട്ടി പിടിച്ചിരിക്കുന്ന ആ ദ്രാവകം തിന്നാകാനും ആ ഇൻഫ്ലമേഷൻ കുറക്കാനും അവിടെയുള്ള ദ്രാവകം ചെറിയ രൂപത്തിലേക്ക് മെല്ലെ നൈസായിട്ട് എന്ത് ചെയ്യും പുറത്തേക്ക് വരാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹെഡ് ഏക്കുകൾ, നാസൽ കൺജഷൻ, അതുപോലെ മൂക്ക് അടഞ്ഞിട്ടുള്ള ഈ ഒരു തലവേദനക്കുള്ള ആളുകൾക്ക് ആവി പിടിക്കുന്നത് എന്താണ് നല്ല ഒരു റെമഡിയാണ്, നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത്. അതിൽ പനിക്കൂർക്ക, തുളസിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകും, നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസം നിങ്ങൾ 3-4 നേരമൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അത് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇനി ചില ആളുകൾക്ക് ഇതേ റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, തുമ്മൽ നല്ലോണം അലർജി ഉണ്ടാകും. രാവിലെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് തണുത്ത കാറ്റടിച്ച് കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും, നല്ല സ്നീസിങ്, ഭയങ്കര നിൽക്കാതെ തുമ്മലുണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾക്ക് മൂക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, തുമ്മൽ കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഹൈപ്പർ റിയാക്ടിവിറ്റി, ഹൈപ്പറായിട്ട് ചില കണ്ടീഷനും ബോഡി എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ് നമ്മളൊക്കെ ജീവിക്കുന്ന ഓരോ സിറ്റുവേഷൻസുകളിലാണ്. അപ്പോൾ പല സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പല അലർജൻസുകൾ പലപ്പോഴും നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഭക്ഷണത്തിൽ അലർജിയുള്ള ആളുകളുണ്ടായിരിക്കും, ചില ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനുകൾ, ചില ആളുകൾക്ക് പോലൻ ഗ്രീൻ പോലെയുള്ള അലർജി ഉണ്ടായിരിക്കും, സ്മെല്ലിന് അലർജി ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അത് റിലേറ്റഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ തലവേദന മറ്റു പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ അലർജൻസ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടിയാണ്, നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഇതിലുള്ള പൊടിപടലങ്ങളും അതിൽ കെമിക്കലുകളും പാത്തോജുകളും രോഗാണുക്കളും അലർജി ഉണ്ടാക്കുന്ന സംഗതികളും പോളൻ ഗ്രെയിൻ എല്ലാം മൂക്കിലൂടെ വരും. അപ്പോൾ ഈ ഒരു മൂക്കിലൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ അലർജൻസുകൾ ആക്റ്റീവായിട്ട് നമ്മുടെ ബോഡി ഹൈപ്പറായിട്ട് അതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഹൈപ്പറായിട്ട് പ്രതികരിക്കുന്ന ഒരു രൂപമാണ് ഈ പറഞ്ഞിട്ടുള്ള തുമ്മ, നല്ലോണം ശരീരം തുമ്മിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അലർജൻസ് ഉള്ള കണ്ടീഷനുകൾ ഉണ്ടെങ്കിൽ, അലർജിയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു ഭാഗത്തേക്കേ പോകരുത് എന്നുള്ളതാണ്. പല റീസൺസുകൾ നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ എടുത്തു പറയുകയാണ്, അലർജിയുള്ള ആളുകൾ എന്ത് ചെയ്യരുത്, അലർജൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അലർജൻസ് ഉള്ള ഏരിയകളിൽ ഒരിക്കലും പോകുക. ചില ആളുകൾ പൂമ്പൊടി, സ്മെല്ല്, കാറ്റ്, അങ്ങനെയുള്ള പലതിലും ഉണ്ടായിരുന്നു, പൊടി ഒരു കോമണാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനുകളൊക്കെ എന്താ വെച്ചാൽ അലർജി ഉണ്ടാക്കുന്ന കണ്ടീഷനുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഈ അലർജി ഉള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബോഡി പ്രതികരിക്കും, തുമ്മും, ഇതുപോലെ മ്യൂക്കസ് സെക്രീഷൻസ് നല്ലോണം കൂടും, മ്യൂക്കസ് അക്കുമുലേഷന് വരും, കൺജഷന് വരും, തലവേദന വരും, സൈനസൈറ്റിസിലേക്ക് നീക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അലർജിയുള്ള ആളുകൾ ആ കാര്യം നിർബന്ധമായിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഡോക്ടറെ എനിക്ക് വർഷങ്ങളായിട്ട് അലർജിൻ്റെ പ്രശ്നമുണ്ട്, ഇത് ഇനിയും എനിക്ക് കണ്ടിന്യൂയായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരുമോ, ഇത് നിർത്താൻ കഴിയൂലേ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളതാണ്. കാരണം പലപ്പോഴും ഒരു ചെറിയൊരു ടാബ്ലറ്റിലും തുടങ്ങി ഇപ്പോൾ 3-4 നേരം ഇൻഹലേഷൻ ചെയ്യുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ അലർജി ഉണ്ടാക്കുന്നതിന് പല റീസൺസുകളുണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത്. അത് കേവലം നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഒരു അലർജൻസിൻ്റെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ ബോഡിയുടെ, അതിൽ മാത്രം ഒതുക്കേണ്ട ഒരു സംഗതി അല്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന IgE കൂട്ടുന്ന പല കണ്ടൻറ്റുകളും ഉണ്ട്, പല ആക്ഷനുകളും നമ്മൾ ബോഡിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിൻ്റെ ഒരു പ്രസൻസ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകൾക്കും ഈ അലർജി, ക്രോണിക് അലർജി ഉള്ള ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ കേസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ കൂടുതൽ കാലമായിട്ട് അവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. വയറിന് ചില സമയത്ത് നല്ലോണം ശോധന വരിക, ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ വരിക, വയറുവേദന വരിക, ഗ്യാസ് പോലെ വരിക, പുളിച്ചു കെട്ടൽ വരിക, അങ്ങനെയുള്ള പല വയറ് സംബന്ധമായിട്ടുള്ള പല അസ്വസ്ഥതകളും അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലീക്കി ഗട്ട് എന്നുള്ള ഒരു കണ്ടീഷൻ മിക്ക ആളുകൾക്കും ഉണ്ടാകും. അതായത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട്, അത് നോർമലി ഉണ്ടാകുന്നതാണ്. അതൊരു നോർമൽ എൻവയോൺമെൻ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ട് ഇങ്ങനെ പോകണതാണ്. പക്ഷേ ചില കണ്ടീഷനുകൾ നമ്മുടെ ജീവിതശൈലിയിൽ ഒക്കെ മാറുന്ന സമയത്ത്, ചില അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ചില ആൻറ്റിബയോട്ടിക്സുകളൊക്കെ എടുക്കുന്ന സമയത്ത്, കൂടുതൽ കാലം മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു നോർമൽ എൻവയോൺമെൻ്റ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ബാഡ് ബാക്ടീരിയ വരും, അവിടെ പല രീതിയിലുള്ള ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആൻഡ് റിയാക്ഷൻസ് അവിടെ നടക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു നോർമൽ എൻവയോൺമെൻറ്റ്
എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യാണ് നഷ്ടപ്പെടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാക്കുന്ന എപ്പിത്തീലിയൽ ലെയർ, അതായത് നമ്മുടെ കുടലിൽ നിന്നാണ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ശരീരം വലിച്ചെടുക്കുന്നത്, രക്തം വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ രക്തത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ആ ഒരു നോർമൽ എൻവയോൺമെൻറ്റ് അവിടെ നഷ്ടപ്പെടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, അൺവാണ്ടഡ് ആയിട്ടുള്ള ശരീരത്തിന് ആവശ്യമില്ലാത്ത ടോക്സിൻസുകൾ, അതുപോലെ പല സാധനങ്ങളും ഫുഡ് പാർട്ടുകളൊക്കെ എന്ത് സംഭവിക്കും, ഈ ഒരു രക്തത്തിലേക്ക് കലരാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കലർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ശരീരം അതിനെതിരെയുള്ള ആൻറ്റിബോഡികൾ പ്രൊഡ്യൂസ് ചെയ്യും, ഹിസ്റ്റമിൻസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, IgE കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻ്റർലൂക്കിൻസുകളൊക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ കൂട്ടുന്ന ഇൻ്റർലൂക്കിനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അലർജിക് റിയാക്ഷൻസ് നല്ലോണം കൂടുതലായിക്കൊണ്ടാകുക. അത് ചിലപ്പോൾ തുമ്മലായിട്ടുണ്ടാകും, ചില ആളുകൾക്ക് ശ്വാസം മുട്ട് പോലെ പ്രശ്നങ്ങളുണ്ടാകും, ചില ആളുകൾക്ക് ഈ ഫുഡ് അലർജീസിന് പ്രശ്നങ്ങളുണ്ടാകും, ഇച്ചിങ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകുക, സ്കിന്ന് ഡ്രൈ ആയി പോകുന്ന കണ്ടീഷൻ ഉണ്ടാകുക, ചിലപ്പോൾ കൂടുതൽ ഓയിലി കണ്ടീഷൻസ് സ്കിന്നിന് വരിക. ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ എന്ത് ചെയ്യും, അലർജിക് റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്നീസിങ് കൂടി അല്ലെങ്കിൽ IgE കൂടി അതൊരു അലർജൻസിന് ഈ ഒരു റീസൺസ് മാത്രമായിട്ട് ഒതുക്കി കളയരുത്. നമുക്കിന്ന് ഒരുപാട് മെത്തേഡുകൾ അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമുക്ക് അലർജിയുള്ള എന്തൊക്കെ സംഗതികളുണ്ട്, എനിക്ക് ഏതെങ്കിലും മെഡിസിൻസ് അലർജി ഉള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് പോളൻ ഗ്രീൻസിന് അലർജി ഉണ്ടോ, ഫുഡിന് അലർജി ഉണ്ടോ, സ്മെല്ലിന് അലർജി, ഇതിനൊക്കെ ഇന്ന് ഒരുപാട് മെത്തേഡുകളുണ്ട്, നമ്മൾ ടെസ്റ്റുകൾ ഒരുപാട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു ശതമാനം വരെ മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം, ഈ ഒരു ബുദ്ധിമുട്ടുകൾ, ആ സ്നീസിങ് ഒക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ എസ്പെഷ്യലി സ്നീസിങ്, ചുമ എന്ന് പറയുന്നത് ഭയങ്കര എനർജി ഉള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ നല്ല ഒരു 10 തുമ്മൽ രാവിലെ തുമ്മിക്കഴിഞ്ഞാൽ ആ ഒരു എനർജി ലോസ് അന്ന് കിടക്കുന്ന വരെ ഉണ്ടായിരിക്കും, നല്ല ക്ഷീണം ഉണ്ടായിരിക്കും. അപ്പോൾ അത് എത്രയും എനർജി സ്പെൻഡ് ചെയ്യുന്ന ഭയങ്കര ഒരു എന്താ പറയുക, കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആക്ച്വലി ശരീരം ചെയ്യേണ്ട നല്ലൊരു പ്രോസസ്സാണ്, പക്ഷേ അത് അമിതമായിട്ട് ചെയ്യുമ്പോൾ എന്താണ്, ശരീരത്തിന് തന്നെ ക്ഷീണം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെഡിസിന് കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. ഗട്ടിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യണം. നമ്മുടെ ഭക്ഷണത്തിൽ ഇഞ്ചി പോലെയുള്ളത്, അതുപോലെ കുരുമുളക് പോലെയുള്ളത്, അതുപോലെ തന്നെയാണ് ചുക്ക്, അതുപോലെ മഞ്ഞളൊക്കെ എന്ത് ചെയ്യാണ്, ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന, നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നാസൽ കഞ്ചഷൻ ഉള്ള ആളുകൾ, അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫ്ലമേഷനൊക്കെ ഉള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ചുക്ക് കാപ്പി പോലെയുള്ളതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാസൽ കഞ്ചഷൻ കൊടുക്കാൻ, തലവേദന, ആ ഒരു മ്യൂക്കസ് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് തിന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലോണം ആവി പിടിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കിത് മെഡിസിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ കോസസ് ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതാദ്യം നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ കാലം ഇത് മെഡിസിൻ എടുക്കണ്ടേ എന്നുള്ള സംശയമുള്ള ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടോ, അലർജൻസിൽ വേറെ എന്തൊക്കെ അലർജി ഉണ്ട്, വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പതിയെ നമുക്കത് നോർമലിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് നോർമലായിട്ട് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് ആളുടെ ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ഇമ്മ്യൂണിറ്റി, അവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ്. കാരണം ഇതെല്ലാം എന്താണ്, ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ അത് പോസിറ്റീവായിട്ട് തന്നെ കുറക്കാൻ എന്തായാലും പറ്റും. അത് കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ മിക്ക ആളുകൾക്കും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചുക്ക്, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പു, പട്ട, ഏലം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചേർത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണത്തിൽ കൂട്ടുന്നത്, പിന്നെ അതുപോലെ ആവി പിടിക്കാനൊക്കെ എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇതിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നൊരു സംഗതിയാണ് നീരിറക്കം പിടിക്കുക എന്നുള്ളത്. അതെ, സമയം തെറ്റി കുളിച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നീരിറക്കം പിടിക്കുക എന്ന് പറയും. അതായത് സമയം തെറ്റി കുളിക്കുമ്പോൾ ബോഡിയിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുക, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ വരിക, നീരിറക്കം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ചില ആളുകൾക്ക് മൂക്കടയും, തുമ്മൽ വരും, ഹെവിനെസ് പോലെ പ്രശ്നം ഉണ്ടാവും, സൈനസൈറ്റിസ് പോലെ പ്രശ്നം ഉണ്ടാവും, കഴുത്ത് വേദന വരും, കൈക്ക് തരിപ്പ് വരും, കഴുത്ത് തിരിക്കാൻ പറ്റില്ല, കടച്ചിൽ വരും,
എന്തോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെ നിർബന്ധമാണ്. അപ്പോൾ പരമാവധി രാവിലെ എന്ത് ചെയ്യണം, കുളിക്കാൻ ശ്രദ്ധിക്കുക. ചില ആളുകൾക്ക് സമയം തെറ്റി കുളിച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റിയാക്ഷൻസുകൾ ബോഡിയിൽ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ന് മിക്ക ആളുകൾക്കും പലതരത്തിലുള്ള ഓയിലുകൾ തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ചില ഓയിൽസ് പറ്റില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, നീരിറക്കം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീരിറക്കം ഒരു പ്രോസസ്സ് നടക്കും, ഒരു ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഓയിലും നിങ്ങൾ മുടിയുടെ മാത്രം ഫോക്കസ് ചെയ്യരുത്. അത് നിൻ്റെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് പറ്റിയതാണോ എന്നുള്ളത് രോഗി മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം തേക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയും. ചില ആളുകൾ ചില എണ്ണ തേച്ചാൽ നല്ല ക്ഷീണം വരും, നല്ല തുമ്മലുണ്ടാവും, നല്ല ഹെവിനെസ്, തലവേദന, കഴുത്തുവേദന, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ നിർബന്ധമായിട്ടും ഓയിൽ മാറ്റുക തന്നെ വേണം. വന്നിട്ട് ഒരു ഡോക്ടറോട് ചോദിച്ചിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള എന്താണ് അവർക്ക് ചെയ്യേണ്ടത് അത് മാത്രം ചൂസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനുകൾ, ഈ ഒരു പ്രശ്നങ്ങൾ ഇത് കണ്ടിന്യൂ ആയിട്ട് മിക്ക ആളുകൾക്കും വരാനുള്ള റീസൺ അതിൻ്റെ സോഴ്സ് അറിഞ്ഞിട്ട് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണ് എനിക്ക് സൈനസൈറ്റിസ് വരാനുള്ള റീസൺ, അത് എന്തുകൊണ്ടാണ് വരുന്നത്, ഗട്ട് ഹെൽത്ത് റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു എൻവയോൺമെൻറ്റൽ റിലേറ്റഡ് ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അലർജിക്ക് റിലേറ്റഡ് ആണോ, ഇത് മാറാൻ എന്തൊക്കെ ചെയ്യണം. ചില ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ചെവി വേദന ഉണ്ടാവും, ചില ആളുകൾക്ക് കഴുത്ത് വേദന ഉണ്ടാവും, ചില ആളുകൾക്ക് മൂക്ക് ഇങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കും, ചില ആളുകൾ കൂടുതലായിട്ട് കൂർക്കം വലിക്കുന്ന അവസ്ഥ, ചില ആളുകൾക്ക് സ്നീസിങ്, നല്ല തുമ്മൽ വരിക, ചില ആളുകൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരിക, ആസ്തമ പോലെ പ്രശ്നങ്ങൾ, ഇതെല്ലതും എന്താണ് റിലേറ്റഡ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണുള്ളത്. ചിലത് കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്, ചിലത് ഭാഗികമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതെങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും അതിൻ്റെ കോസ് അറിഞ്ഞിട്ട്, കാരണം അറിഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. കണ്ടീഷൻ അനുസരിച്ച് ചില ആളുകൾക്ക് ഏജ് കുറേ ക്രോണിക് ആയിട്ടുള്ളതാണെങ്കിൽ പതിയെ മാറും എന്നുള്ളതാണ്. പക്ഷേ അതെന്ത് ചെയ്യും, മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെഡിസിൻ ഇല്ലാത്തൊരു ലൈഫിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഒരു ക്രോണിക് ആയിട്ട് നമ്മൾ പല മെഡിസിൻസ് എടുക്കുമ്പോൾ, എസ്പെഷ്യലി സ്റ്റീറോയിഡ് പോലെ എടുക്കുമ്പോൾ പൊണ്ണത്തടി കൂടുക, ക്ഷീണം കൂടുക, ഉറക്കം വരിക, എനർജി നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.